എന്റെ അമ്മേ. പപ്പ ഓ എന്നെ കിട്ടുന്ന ആൾക്ക് പപ്പ എത്ര രൂപ സ്ത്രീധനം കൊടുക്കും? അതെന്നടി മോളെ നീ അങ്ങനെ പറഞ്ഞേ? ഞങ്ങൾക്കുള്ളത് മുഴുവൻ നിനക്കല്ലേ, എല്ലാം കൊടുത്തേക്കാം സ്ത്രീധനായിട്ട് പോരെ. 10 പൈസ കൊടുക്കരുത്. അഥവാ അങ്ങനെ ആരെങ്കിലും വന്നാ അവർക്ക് അമ്മ കെട്ടിച്ചു കൊടുത്തോ. പ്രതികരണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടിവി ഓഫ് ചെയ്ത് പോയിട്ട് ഉറങ്ങും വെച്ചേ. ഇങ്ങോട്ട് വാ മനുഷ്യൻ. അവള് കണ്ടോട്ടെ. അത്താണിയിൽ നിന്ന് സുമ എഴുതുന്ന കത്ത്. ഇതെങ്ങനെ ശരിയാകും? പൂജ വലിയ വീട്ടിലെ കുട്ടിയല്ലേ? ഗിരി ഒരു പാവം കർഷകനല്ലേ? ഒരു ഡോക്ടർ ഒരു കർഷകനെ കെട്ടിയെന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നാൽ മയ്യനാട്ടിൽ നിന്ന് ഫാത്തിമ എഴുതുന്നത് ആരെന്ത് പറഞ്ഞാലും ആ കുട്ടിക്ക് അയാളെ ഇഷ്ടമാണ്, അതല്ലേ പ്രധാനം. തിരൂരിൽ നിന്ന് സുന്ദരൻ കാര്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യുന്നു. ആ കുട്ടിക്ക് ഇഷ്ടമാണ് എന്ന് വെറുതെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അവൻ എവിടെയാ താമസിക്കുന്നതെന്നെങ്കിലും പൂജയ്ക്ക് അറിയാമോ? പൂജ ഇങ്ങനെ ഒന്നും മിണ്ടാതിരുന്നാൽ അവനെ വേറെ ആരെങ്കിലും കയറി പ്രേമിച്ചാലോ? നിങ്ങൾ കഴിഞ്ഞ ആഴ്ച സംപ്രേഷണം ചെയ്ത ചിത്രഗീതം പരിപാടിയിൽ സ്ഫടികം എന്ന സിനിമയിലെ മോഹൻലാലും സിൽക്ക് സ്മിതയും അഭിനയിച്ച ഏഴിമല പൂഞ്ചോല എന്ന ഗാനം ഇടയ്ക്ക് വെച്ച് നിന്നുപോയത് വളരെ മോശമായി പോയി. ഇനിയും തുടർന്നു വരുന്ന ചിത്രഗീതങ്ങളിൽ ആ ഗാനരംഗം മുഴുവനായും കാണിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് സുഗുണൻ കുണ്ടറയിൽ നിന്നും. സുഗുണന്റെ ഇത്തരം സന്ദർഭങ്ങളിൽ അന്ന് വരെ നല്ല അന്തസ്സായിട്ട് കിടന്നിറങ്ങിയിരുന്ന ഞാനാ അന്നു മുതൽ നിദ്രാദേവി എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിറ്റേന്ന് തന്നെ ഗിരിയേട്ടന്റെ വീട് കണ്ടുപിടിക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്റെ ടോമിച്ച തന്നോട് ഇത് എത്ര തവണ പറയണം? താൻ ഈ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടണോ? ഇങ്ങോട്ട് പാടോ. ഈ കേരളത്തിന്റെ ഹരിതാഭയും ഈ പച്ചപ്പൂ ഈ ഊഷ്മളതയും ഇത് വല്ലോ അവിടെ കിട്ടുകൂടോ? താൻ ഇഞ്ഞു പാടോ. ടോമിച്ച ഒറ്റ മിനിറ്റ്, മോളിത് എങ്ങോട്ടാ? പുറത്തേക്ക് ഒരാളെ കാണാൻ. ഇപ്പൊ പോണ്ട മോളെ, നല്ല മഴ വരുന്നുണ്ട്. അത് സാരല്ലോ അപ്പേ, ഞാൻ മഴയ്ക്കും പോന്നോളാം. പറഞ്ഞാ കേക്ക് മോളെ. ഇപ്പൊ പോവണ്ട. എനിക്കിപ്പോ പോണം. ഇപ്പൊ പോവണ്ട. ഇതെന്താ ഇപ്പം പോയാ? ഞാൻ പറഞ്ഞാണല്ലോ രാവിലെ പോണ കാര്യം. പൊയ്ക്കോ പൊയ്ക്കോ. എടോ ടോമിച്ച, ടാറ്റാ. ആനിയെ അതാരാടിയാ പോയേ? അത് നിങ്ങളുടെ മോള് തന്നെയാ. എന്നാ ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. ടേക്ക് വൺ. നോ ഇറ്റ്സ് ഓക്കെ സർ. എടുക്കൂട്ടി, എടുക്കാതെ എങ്ങനെ ശരിയോ? നോ സർ, വേണ്ട താങ്ക് യു. ഇതെടുക്കാതെ വൈബ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ടേക്ക് വൺ. എടുക്കൂ. ഞാനിത് എടുക്കാനുള്ള കാര്യമല്ലേ പറഞ്ഞത്. വൈ ഡിഡ് യു ടേക്ക് ദ ബിസ്ക്കറ്റ്? ബിസ്ക്കറ്റ് ആണോ ഇതാണോ എന്ന് മനസ്സിലായില്ല. സോറി. അന്ന് മുതൽ ഞങ്ങൾ ഭയങ്കര കമ്പനിയായി. 맞아. 참기 좋아 맞아. 어때 마태 sakhe. 사세 마태 sakhe다. 저 짬찜쪄. sakhe. എന്തോന്നാടി, അറ്റാക്കാണോ? അല്ലടി, അർബുദം. മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് ഓരോ. പിറ്റേന്നൊരു ദീപാവലി ദിവസം ഗിരിയേട്ടൻ വേറെ പെണ്ണ് കെട്ടിയിട്ടുണ്ടാവുമെന്ന് പേടിച്ച് ചങ്കടിച്ച് വരാന്തേ കൂടെ നടക്കുമ്പോഴാ ദേ എന്റെ നേരെ പ്രസാദ് വർക്കി വരുന്നു. അന്ന പറഞ്ഞ പോലെ അങ്ങേര് ഇഷ്ടം പറയാൻ വരുന്നതാണോ? എന്റെ അന്തോണീസ് പുണ്യാളാ കാത്തോളിനെ എന്ന് മനസ്സിൽ പറഞ്ഞപ്പോഴാ
ഇവിടെ? ഞാനിവിടെ പഠിക്കണേ, ഇപ്പൊ ഹൗസ് ഏജൻസി. ഓ, ഗിരിയേട്ടനിപ്പോ എന്താ ഇവിടെ? ഞാനൊരു ആളെ കാണാൻ വേണ്ടി വന്നാ. ഈ ഡോക്ടർ വർമ്മയുടെ റൂം എവിടെയാ? മേളിലാ. ഓ, ഓക്കെ, ശരി. പൂജ, ആരത്? ഡോക്ടർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈഫിൽ ആദ്യമായിട്ട് എനിക്ക് ഇഷ്ടം തോന്നിയ ആളാണ്. ഒരുപാട് ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടം. പിന്നെന്താ പ്രശ്നം? ആൾക്കെന്നെ ഇഷ്ടമല്ല. ഇഷ്ടമല്ലെന്ന് അയാൾ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ ഒരിക്കൽ ഇഷ്ടമാന്ന് പറഞ്ഞപ്പോ കുട്ടിയാന്ന് പറഞ്ഞു. അതന്നല്ലേ, ഇപ്പൊ വലുതായില്ലേ, ഇപ്പൊ പറയലോ. പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അതെന്താ? ആളെ പണ്ടൊരു പെണ്ണ് പറ്റിച്ചതാ. ഇപ്പോഴും അതൊക്കെ തന്നെയാന്ന് തോന്നുന്നു മനസ്സിൽ. അതെ, എനിക്കിത് കഴിക്കാൻ പറ്റുന്നില്ല. നമുക്ക് എവിടെയെങ്കിലും പോയി ഇരുന്ന് സംസാരിക്കാം. ലോസ്റ്റ് ലവ്, നഷ്ടപ്രണയം. പൂജ കഞ്ചാവ് വലിച്ചിട്ടുണ്ടോ? കഞ്ചാവോ? അല്ല, ഞാനും വലിച്ചിട്ടില്ല. ഈ നഷ്ടപ്രണയം എന്ന് പറയുന്നത് 3 സ്റ്റേജസ് ആയിട്ട് പറയാറുണ്ട്. ആദ്യത്തെ സ്റ്റേജ് കഞ്ചാവ് പോലെയാണ്. ഓരോ പഫ് എടുക്കുമ്പോഴും നമുക്കറിയാം ഇത് നല്ലതല്ല, ആരോഗ്യത്തിന് ഹാനികരം, ഇത് നിർത്തണമെന്ന്. അതുപോലെ തന്നെയാണ് നഷ്ടപ്രണയം. മറക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടാവും, പക്ഷെ പറ്റില്ല. അത്രയ്ക്ക് കിക്കാണ് ഇതിന്. എന്തൊരു തൊലിയില്ലാത്തത് വാങ്ങിച്ചാൽ മതിയായിരുന്നു. അടുത്ത സ്റ്റേജിൽ നഷ്ടപ്രണയം എന്ന് പറയുന്നത് വാടകയ്ക്ക് കൊടുത്ത വീട് പോലെ. പഴയ കാമുകയുടെ ഓർക്കിഡ് ഫോട്ടോയും അവളുടെ ഇപ്പോഴത്തെ കാമുകൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ പോയി നോക്കും. ഈ വാടകയ്ക്ക് കൊടുത്ത വീട് ഹൗസ് ഓണർ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്ന പോലെ. ലാസ്റ്റ് സ്റ്റേജിൽ നഷ്ടപ്രണയം എന്ന് പറയുന്നത് മീശ പോലെ. മീശയോ? വേണമെങ്കിൽ വെക്കാം, എല്ലേ പഠിച്ചു കളയാം. അയാൾക്കിപ്പോൾ മീശയൊന്നുമില്ലല്ലോ, പഴയ പ്രണയമൊക്കെ മറന്നു കാണും. ഇയാൾ ധൈര്യമായിട്ട് പോയി പറ. ഞാനല്ലോ പറയുന്നത്, ജസ്റ്റ് ഗോ. എല്ലാ ആണുങ്ങളും ഒരേപോലെ അല്ലെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. പെൺകുട്ടികളെ നല്ല ഫ്രണ്ട്സ് ആയിട്ട് മാത്രം കാണുന്ന ആണുങ്ങളും ഈ കേരളത്തിലുണ്ട്. ഗിരിയേട്ട അന്ന് എന്തിനാ വന്നതെന്ന് പോലും ചോദിക്കാൻ പറ്റിയില്ല. വർമ്മ ഡോക്ടറിനെ തിരക്കിപ്പോയ ഞാൻ പിന്നെ ബി വിങ്ങിലെ സ്ഥിരം വിസിറ്ററായി. ആ ഇടയ്ക്ക് 106 ഒരു പേഷ്യൻ്റ് വന്ന്, ഒരു രസികൻ. വന്നല്ലോ, വായ അടിമറിയാം. എന്താ ഒറ്റയ്ക്കിരുന്നൊരു ആലോചന? ഞാനേ അസുഖങ്ങളെ കുറിച്ച് ഒരു കഥ എഴുതിയാലോ എന്ന് ആലോചിക്ക. അസുഖങ്ങൾക്ക് എന്ത് കഥ? ഈ അസുഖങ്ങള് ചേട്ടാനിയന്മാരെ പോലെ ഒരുത്തം പിണങ്ങിയ ചോദിക്കാൻ മറ്റവന്മാരെന്തായാലും വരും. ഗ്യാസ് ട്രബിള് മാറി വീട്ടിൽ വന്ന് കയറിയിട്ട് 2 ദിവസമായില്ലേ, അതിനു മുമ്പ് എത്തി മറ്റവൻ ചോദിക്കാൻ. കിഡ്നി സ്റ്റോൺ. പേര് കേട്ടാ വല്ല ഡയമണ്ട് ആണെന്ന് തോന്നും. ആ വാ വാ, ഞാനിന്ന് ഡിസ്ചാർജ് ആയി. യോഗം ഉണ്ടെങ്കിൽ വീണ്ടും കാണാം എന്ന് പറഞ്ഞാൽ അടി കിട്ടുന്ന ഒരു സ്ഥലമേ ഉള്ളൂ, അത് ആശുപത്രിയാണ്. അതുകൊണ്ട് അത് പറയുന്നില്ല. നല്ല വരട്ടെ. ശരി സാർ. ഓ പട്ടണ വാ പോവാം. 3 ആൺമക്കളാ അങ്ങേർക്ക്. അവസാനം കിടപ്പായപ്പോ നോക്കാൻ ഈ മകള് മാത്രം. ആ മക്കൾക്ക് ഭയങ്കര തിരക്ക്. എന്റെ പപ്പയുടെ അതേ സ്വഭാവം. ഞങ്ങള് പെട്ടെന്ന് തന്നെ അങ്ങ് കൂട്ടായി. പുള്ളിക്കാരനെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നത് എനിക്കൊരു ശീലം. അങ്ങനെ ഒരു ദിവസം 106 പോയപ്പോഴാണ് 107 ഞാൻ ആ കാഴ്ച കാണുന്നത്. എന്റെ കർത്താവേ, അമ്മ ഈ വിങ്ങിലുണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. മോൾ ഇവിടെയുണ്ടെന്ന് റേച്ചിൽ പറഞ്ഞായിരുന്നു. ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് ഇവനാ പറഞ്ഞത്. ദൈവമേ, ബിലി റൂബിൻ 10 മഞ്ഞപ്പിത്തം കൂടുതലാണല്ലോ. എന്തെത്ര വൈകിയേ? ഞാൻ അറിഞ്ഞില്ലായിരുന്നു മോളെ. ഇവിടെ ഇവന്റെ ഒരു സുഹൃത്ത് ഒരു വർമ്മ ഡോക്ടറുണ്ട്. നാട്ടിലെങ്ങാനും മതിയെന്ന് ഞാൻ പറഞ്ഞതാ. അതെങ്ങനെയാ?
വേണ്ടപ്പെട്ട ആൾക്കാരെ ഇട്ടിട്ട് ചൈനയിലും എത്യോപ്യയിലും ഒക്കെ പോവല്ലേ. അമ്മ ഇനി വിഷമിക്കണ്ട, ഞാൻ എന്നും വന്ന് നോക്കിക്കോളാം. ഒരാഴ്ചയ്ക്കുള്ളിൽ പോകാൻ പറ്റുമെന്ന് തോന്നണേ. ഡ്യൂട്ടി ഡോക്ടറിനോട് ഞാൻ പറഞ്ഞേക്കാം എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. ശരി. ഗിരിയേട്ടൻ്റെ അമ്മ ആശുപത്രി കിടക്കെ കണ്ടപ്പം സത്യം പറഞ്ഞ എൻ്റെ മനസ്സിലല്ല ഡ്യൂട്ടി. ഈ ആമ്പിള്ളാരുടെ വീക്ക്നെസ് അമ്മമാരാണല്ലോ. ഗിരിയേട്ടനെ ക്ലീൻ ബൗൾ ചെയ്യാനുള്ള എൻ്റെ ഗൂഗിളി ആ ബെഡി കിടക്കണേ.